പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. അതെ, ആത്മീയശാസ്ത്രം, സ്പിരിച്വൽ സയൻസ്, ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു പരമ്പരയായി കുറേ ദിവസങ്ങളുണ്ടാവും. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ പല എപ്പിസോഡുകളിലായി ആത്മീയശാസ്ത്രത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചാനലിലൂടെ സംപ്രേഷണം ചെയ്തത്. അതായത് മനുഷ്യ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ പരിഹരിക്കാൻ ആത്മീയ സയൻസിലൂടെ എങ്ങനെ സാധിക്കാം, ഇതായിരുന്നു ചില പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നതും അത് ജനങ്ങളിലേക്ക് കാലാകാലങ്ങളായിട്ട് പകർത്തി തന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നാണ് എല്ലാവിധത്തിലുള്ള മനഃശാസ്ത്രവും അല്ലെങ്കിൽ സൈക്കോളജിയും രൂപാന്തരപ്പെട്ടത്. പല വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോലും ഭാരതീയമായിട്ടുള്ള സംസ്കാരങ്ങളും അവിടെയുള്ള ആത്മീയ ശാസ്ത്രത്തിൻ്റെ ഏടുകളാണ് ഒരു റൂട്ട് മൂലമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആത്മീയശാസ്ത്ര പഠനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിലൂടെ, മറ്റ് മനസ്സിനെ അറിയാവുന്ന ചാനലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതും മനഃശാസ്ത്രവും ആത്മീയശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ആത്മീയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ പ്രത്യേകമായി സംപ്രേഷണം ആരംഭിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചാനലിലൂടെ, ഇത് നമ്മുടെ ചാനൽ തന്നെയാണ്, ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ഇതിലേക്ക് നിങ്ങൾ മറ്റുള്ളവർക്കും സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിഷയങ്ങളായിരിക്കും, ആത്മീയ സയൻസിനെ സംബന്ധിച്ചായിരിക്കും ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് കൂടുതലായി. കാരണം അല്ലാതെ മറ്റു വിഷയങ്ങൾക്കൊക്കെ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. അപ്പോൾ ആത്മീയശാസ്ത്രം പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആത്മീയശാസ്ത്രം അതിലേക്ക് പോകുമ്പോൾ എന്തിനും ഏതൊരു വിഷയത്തിനും ഒരു ത്രെഡ് ഉണ്ടായിരിക്കണം. ഈ ത്രെഡിലൂടെയാണ്, ഈ ഒരു ആശയങ്ങളിലൂടെയാണ്, അഭിപ്രായത്തിലൂടെയാണ് കാണാൻ പറ്റാത്ത ശക്തിയെ, ആ പരമമായ പ്രപഞ്ചശക്തിയെ തിരിച്ചറിയാനുള്ള യാത്രയിലാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് ആ ഭാഷ വ്യത്യസ്ത രീതിയിൽ പലർക്കും മനസ്സിലാകുകയുള്ളൂ. എത്തുന്നതെല്ലാം ഒരിടത്തേക്കാണ് താൻ. ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള റിസോഴ്സിനെ, ആ ശക്തിയെ, ആത്മശക്തിയെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ സ്പിരിച്വാലിറ്റിയുടെയും അടിസ്ഥാനപരമായ തത്വം. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ ചില ത്രെഡ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു മൊഡാലിറ്റിയിലൂടെയാണ് ഇത് സഞ്ചരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ലോക ജനതയിൽ 90-90% ആൾക്കാരും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ ജീവിതം നയിച്ചു പോരുന്നവരാണ്. വിശ്വാസങ്ങൾ നമുക്ക് ആശ്വാസം പകരുമെങ്കിൽ, അതിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരമുള്ള വിശ്വാസങ്ങളിൽ എക്കാലത്തും മനുഷ്യൻ ഉത്സുകയായിരുന്നു. അതിലൂടെ അവൻ പരിവർത്തനം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പിന്നിലുള്ള സയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് മതങ്ങളിലും ആയിക്കോട്ടെ, സയൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ശരിയായ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കുവാൻ മതപരമായ രീതിയിൽ ഈ ഒരു വിഷയത്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നവർ പലപ്പോഴും നമ്മുടെ കണ്ണ് കെട്ടിക്കളയുന്നു. എല്ലാം ഒന്നാണ്, എല്ലാ ശക്തിയും ഒന്നാണ് എന്ന് കൃത്യമായ രീതിയിൽ റിലീജിയൻസ് പലരും പറയാറില്ല. അത് ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന തത്വം ഒന്ന് തന്നെ, ഏകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അജ്ഞതയാണ് പലപ്പോഴും മതങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ചൂഷണം ചെയ്യുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമ്മൾ ആത്മീയശാസ്ത്ര പഠനത്തിലൂടെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൻ്റെ കാതലിൽ തന്നെ നിന്നോളൂ. ഏതാണോ നമുക്ക് കൂടുതൽ സ്വീകാര്യമായത് അത് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ തലമുറകളായിട്ട് വിശ്വസിച്ച് പോരുന്ന ചില റിലീജിയനിലൂടെ ഇതിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചു പോരുന്നത്. അതൊരു പരിധിവരെ നല്ലതുമാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലെയും അന്തസത്ത ഒന്നാണ്, പക്ഷേ അതിലേക്ക് നയിക്കുന്ന, കൊണ്ടുപോകുന്ന രീതിക്കുള്ള വ്യത്യാസം മാത്രമാണ്. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയതയിലേക്ക് സമീപിക്കുക എന്നുള്ളതാണ് സ്പിരിച്വൽ സയൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായ രീതിയിലുള്ള പഠനമോ സ്പിരിച്വൽ അപ്രോച്ചോ അല്ല. അവനവനെ പറ്റിയുള്ള, അവനവൻ്റെ റിസോഴ്സിനെ സംബന്ധിച്ച്, സാധ്യതകളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പം ഓരോ റിലീജിയസിലൂടെ വളർന്നു വന്നവർക്ക് ആ ഭാഷയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈന്ദവീയമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പിന്തുടർന്ന് പോകുന്ന ഒരു തലമുറയായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ചു പോന്നിരുന്ന
അല്ലെങ്കിൽ കൂടുതൽ ആ ഭാഷ അറിയാവുന്ന തലത്തിലൂടെ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും അതൊരു മതപരമായ കാര്യങ്ങളല്ല, അത് എല്ലാ മതങ്ങളിലെയും അടിസ്ഥാന തത്വം തന്നെയാണ്. ക്ലിയറാണ്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വെർച്വൽസായിട്ട് അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് ആരാധിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അത് ഖുറാനാണ്. എന്നാൽ മനഃശാസ്ത്ര തത്വങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്, സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ഭഗവത്ഗീതയാണ്. അപ്പം ഭഗവത്ഗീത വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് ഖുറാനെ കാണുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ബൈബിളാണെങ്കിൽ, മനഃശാസ്ത്ര സമീപനത്തിലൂടെ പെട്ടെന്ന് മനുഷ്യനെ സമീപിക്കാൻ പറ്റുന്ന തത്വങ്ങൾ, വളരെ ഗഹനമായ വിഷയത്തെ വളരെ ലളിതമായിട്ട് സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ഭഗവത്ഗീത ലോകമെമ്പാടുമുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ റഫറൻസ് കൂടെയാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഭഗവത്ഗീതയുടെ നിരവധി ഏടുകൾ അവിടെ പണ്ട് തൊട്ടേയുള്ളത് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയശാസ്ത്ര പഠനത്തിൽ നമ്മളൊരു മൂലതന്തുവായി ഇതിലൂടെ വിവക്ഷിച്ചു പോരുന്നതെല്ലാം ഭഗവത്ഗീതയുടെ സാരാംശങ്ങളിലൂടെയും ആയിരിക്കും. അപ്പം അത് അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഭഗവത്ഗീതയുടെ നല്ല ബുക്സ് എവിടെ കിട്ടും, അല്ല നല്ല വിവരണങ്ങൾ കിട്ടുന്ന എവിടെ കിട്ടും. അതിൻ്റെ ഓരോ പ്രസാധകരും ഭഗവത്ഗീതയുടെ ത്രെഡ് ഒന്നാണെങ്കിലും അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ല വിശദീകരിച്ച് തരുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകും. അത് പലർക്കും മനസ്സിലാക്കി എടുക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ചിലരുടെ വിശദീകരണം ചിലർ വളരെ സിമ്പിളായിട്ടും ചിലതിൽ കാണാൻ സാധിക്കും. അതിലേതാണ് ഉത്തമമെന്ന് പലരും എന്നോട് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അത് നമ്മൾ എന്ത് ലഭിച്ചാലും അതിനെ നമ്മുടേതാക്കി എടുക്കുന്നതിനകത്താണ് കാരണം. അത് പെർസ്പെക്റ്റീവുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. ഒരാശയത്തിന് തന്നെ അത് അവതരിപ്പിക്കുന്നതിനകത്തുള്ള കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും അത് ഹൃദ്യമാകുന്നത്, മനസ്സിലാകും. ഇപ്പം ഞാനിവിടെ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്ന ഓരോ ഏടുകളും എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഭാഷ അറിയുന്ന ഒരു വിഭാഗം ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈസിയായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഭഗവത്ഗീതയിലൂടെ ആത്മീയശാസ്ത്രം ഞാനിങ്ങനെ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ, നമ്മളെ സ്വയം തിരിച്ചറിയാൻ, ആരാണ് ഞാനെന്നറിയാനുള്ള വലിയൊരു കാതൽ ഇതിനകത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആമുഖമായി ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പം ഭഗവത്ഗീത എന്ന് പറയുമ്പം കുറച്ച് ആത്മീയതയുടെ, സ്പിരിച്വാലിറ്റിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അറിയണം. എന്തിനാണ് നമ്മൾ പലപ്പോഴും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയൊക്കെ മുറുകെ പിടിച്ച് മനുഷ്യൻ്റെ ഭയത്തെ ഒഴിവാക്കാനാണ്. ആത്യന്തികമായിട്ട് പലവിധത്തിലുള്ള ഫിയറുകളുണ്ട്. ഭയം എവിടെ ഉണ്ടോ അവിടെ എന്തായാലും നമ്മൾ തളർന്നു പോകുന്നു, ഒരു ഉയർച്ചയും ഉണ്ടാകില്ല. അപ്പം ഭയത്തെ മാറ്റി ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഏത് സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാന തത്വം. മറ്റൊന്ന് അവനവൻ്റെ ആഗ്രഹങ്ങളാണ്. മനുഷ്യ മാത്രമല്ലേ ചിന്തിക്കാനുള്ള കഴിവും, അത് കണക്ക് ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ വരും. ഈ ആഗ്രഹങ്ങളൊക്കെ നേടാൻ അതിനെ നിവർത്തിച്ചെടുക്കണം. ഇത് കിട്ടാതെ വരുമ്പോഴാണല്ലോ ദുഃഖങ്ങളും നിരാശയുണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും നേടിത്തരുന്ന ഒരു അപ്രോച്ചാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ തന്നെ ആഗ്രഹങ്ങളെ അതാത് കാലഘട്ടത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റുകയും വേണം. ഒപ്പം ഭയം മാറണം. ഭയം എന്തിലൂടെയൊക്കെ ഉണ്ടാകുന്നത്? നമ്മളിൽ നിന്നെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, എന്നിൽ നിന്നെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അവന് ഭയം ഉണ്ടാകും. ഈ പക്ഷിമൃഗാദികളിൽ ഈ രണ്ട് സാധനം ഇല്ലല്ലോ അല്ലേ. പക്ഷിമൃഗാദികളിൽ ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠയില്ല. ഈ ഭയം എന്ന് പറഞ്ഞാൽ ടെമ്പററിയാണ്. അതുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പേടിയോട് ഓടും, അത് അല്പസമയം കഴിഞ്ഞ് മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ ഭയത്തിൽ നിന്നും അല്ലെങ്കിൽ ഉത്കണ്ഠയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും മറികടക്കാൻ അന്നുതൊട്ടേ മനുഷ്യൻ ഏതോ ചുറ്റുമുള്ളൊരു ശക്തിയെ ആശ്രയിച്ചിരുന്നു, കാണാൻ പറ്റാത്ത ശക്തി. അതിനെ ഭഗവാൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയെ ദൈവം എന്ന് അവൻ കരുതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ആത്മവിശ്വാസം കൂട്ടുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ ഭയം മാറുന്നതും ഒപ്പം ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊക്കെ നേടാനും സാധിക്കും. ഇതിലേക്ക് നയിക്കുന്നതാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് ആവശ്യമുള്ളവർ, അതുകൊണ്ടാണ് എൻ്റെ അന്തസ്സത്തെ അറിയാതെയും ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുപോകാനും പണ്ട് തൊട്ടേ ആകർഷിതരാകുന്നു. ഒരു അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാട്. അതൊരു പരിധിവരെ വിശ്വാസത്തിൽ പോകുന്നവരെ പിടിച്ചു നിർത്താനും സഹായിക്കും. അപ്പോൾ അതിൻ്റെ സയൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
അപ്പം ഭഗവത്ഗീതയിലൂടെ ആത്മീയ ശാസ്ത്രം എങ്ങനെ എന്നുള്ള വിഷയമാണ് വരും ദിവസങ്ങളിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. സ്പിരിച്വൽ സയൻസ് തന്നെയാണ് ഇതിനകത്തുള്ള പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഇത് ഭാഗം 1 തുടർന്നുള്ള ഭാഗങ്ങൾ മുടങ്ങാതെ കാണുക. ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ കിട്ടും. അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.